ഹലാലാകാൻ ഒരുപാട് വഴിയുണ്ടാവും. തൊയ്യിബായിരിക്കണം ഭക്ഷണം തിന്നണത്. നിങ്ങൾ പറയാൻ മറന്നാലും ഞാൻ വരാൻ മറക്കണ്ടെന്ന് കരുതിങ്ങാണ്ട് ഇങ്ങോട്ട് പോകുന്നതാണ് എന്ന്. കല്യാണത്തിനേ പോണേന് കുഴപ്പമൊന്നുമില്ല, ചോറ് കഴിച്ചരുത്. ചോറ് അഭിമാനമില്ലാത്ത ഭക്ഷണം തൊയ്യിബാവില്ല. അഭിമാനമില്ലാത്ത ഭക്ഷണം തൊയ്യിബാവില്ല. ഈ കുറ്റിപ്പുറത്തുനിന്ന് പാലം കടന്നിട്ട് ഇങ്ങനെ തവനൂർ പോകുന്ന ഭാഗത്തൊരു സ്ഥലത്ത് ഗൾഫിൽ നിന്ന് നമ്മളൊരു സുഹൃത്ത് ഏൽപ്പിച്ചൊരു പരിപാടിക്ക് പോയി. ഗൾഫേരൊരു പരിപാടിക്ക് മെനക്കെട്ടാൽ വിളിച്ചിട്ട് പിന്നെ ഒരു സുഖം ധൈര്യം ഉണ്ടാവില്ല. ഏൽക്കോളം വിളിച്ചു. അങ്ങനെ ഏറ്റു. അയാൾ ഇവിടെ നാട്ടിലുമില്ല, പോയി. അങ്ങനെ ചെന്ന് ഇങ്ങനെ വന്നപ്പോൾ പിന്നെ പരിപാടിയുള്ള ഏലും മാലും ഒന്നും ആയിട്ടില്ല. ആൾക്കാരൊക്കെ വരുന്നു, മൈക്കൊച്ചപ്പെടുന്നുള്ളൂ. സംഘാടകരെന്നോട് പറഞ്ഞു, ഭക്ഷണം ഈ പെരയിലാണ്, നമുക്ക് ഭക്ഷണം കഴിച്ചിങ്ങാണ്ടിട്ട് വരാറുണ്ട്. ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ ഭക്ഷണമൊന്നും വേണ്ട, നമുക്ക് അവിടെ ഇരിക്കുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കഴിക്കാമെന്ന് പറഞ്ഞു. ചെന്ന് ബെല്ലടിച്ചിട്ട് നമ്മളിങ്ങനെ അന്തം വിട്ട് നിന്നു. അവസാനം വീട്ടുകാരൻ വന്ന് വാതിലൊക്കെ തുറന്ന് ചെന്നിങ്ങനെ ഇരുന്നപ്പോൾ അസ്സലാമു അലൈക്കും എന്നൊക്കെ പറഞ്ഞ് ഓലേ ഇപ്പോഴാ വന്നുങ്ങാണ്ട് വയത് പറയാൻ വരുന്ന മൂലയർക്ക് ചോറ് വേണമെന്ന് പറഞ്ഞത്. ഇപ്പോഴൊക്കെ പറഞ്ഞാൽ നമ്മളെന്താ കാട്ടുക? ഞാനാണെങ്കിൽ തൃശ്ശൂർ ആശുപത്രിയിൽ പോയിട്ട് ഇപ്പോൾ എത്തിയതുള്ളൂ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് രാത്രി നോലുമ്പാണ് എന്ന് പറഞ്ഞില്ല. മനസ്സിൽ വിചാരിച്ചിട്ട് ഭക്ഷണം വേണ്ടായിരുന്നു. തിന്നാൻ പാടില്ല. മനസ്സിന് തൃപ്തിയില്ലാതെ തരുന്ന ഭക്ഷണം തൊയ്യിബാവില്ല. അതൊരിക്കലും. ഇനിയിപ്പോൾ പണ്ടാറടക്കാൻ പള്ളിക്കത്തെ മൂലയിലെ ചിലവാണ് ഇപ്പോൾ നാളെ. അത് തിന്നരുതേ, പണ്ടാറടക്കും.